ഞാനത് ഒരു 50ഓളം കമ്പനികളെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വെയിൽ ടീച്ചിങ്ങായിട്ടാണ് ഞാൻ വന്നത്, സ്റ്റാർട്ടിങ് വന്നത്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയതിൻ്റെ പേരിൽ എനിക്ക് വേറെ ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാജയമോ എനിക്കുണ്ടായിട്ടില്ല. ഒരു ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങണം എന്നുള്ളൊരു താല്പര്യം നിലവിലുണ്ട്. നമസ്കാരം. സബലം യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗൾഫ് പോലുള്ളൊരു രാജ്യത്ത് ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സിന് പിറകിലും ഹാർഡ് വർക്കിൻ്റെ സ്റ്റോറി പറയാനായിട്ടുണ്ടായിരിക്കും. ഇന്ന് അത്തരത്തിലുള്ള ഒരാളാണ് എന്നോടൊപ്പം അതിഥിയായിട്ട് ഉള്ളത്. പാൽസ് ബിസിനസ് ഹബിൻ്റെ CEO ആയിട്ടുള്ള അബ്ദുള്ള കമൽ സാറാണ്. ഇവിടെ നമ്മൾ കമ്പനി ഫോർമേഷൻ തൊട്ട് വിസ, റിന്യൂവൽ അപ്രൂവൽസ്, എല്ലാ തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, ട്രാൻസ്ലേഷൻ സർവീസസ്, ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ പാൽസ് ബിസിനസ് ഹബ്ബ് ഇപ്പം എത്ര നാളായിട്ടാണ് സാർ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു സ്ഥാപനം ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 4 വർഷത്തോളമായി. അതിന് മുമ്പേ നമുക്ക് വേറൊരു സ്ഥാപനമുണ്ട്, മറ്റൊരു പേരിലാണ്, ഐഡിയൽ ബിസിനസ് ഹബ്ബ് എന്ന് പറയും. അത് വേറൊരു ദുബായ് സൗത്ത് ഭാഗത്ത് ബർഷ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ടോട്ടലി നമുക്കിപ്പോൾ 3-4 സ്ഥാപനങ്ങൾ നമ്മുടെ പേരിലായിട്ടുണ്ട്. സാറ് നാട്ടിലെവിടെയാണ്? നാട്ടിൽ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ കണ്ടക്ക എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. 10ാം ക്ലാസ് വരെ നാട്ടിൽ തന്നെ പഠിച്ചു. അതിനുശേഷം +2, ഡിഗ്രി, PG മറ്റൊക്കെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ മറ്റ് സ്ഥാപനങ്ങളിലായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, പിന്നെ എനിക്ക് 7 സഹോദരങ്ങളുണ്ട്, ഒരു സിസ്റ്ററും 6 സഹോദരന്മാരും, പിന്നെ എൻ്റെ വൈഫ്, 3 പെൺകുട്ടികൾ. സാറ് നാട്ടിൽ അറബിക് ടീച്ചറായിരുന്നു അല്ലേ? അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊക്കെ പുറമേ പോയിട്ട് പഠിക്കാമെന്നില്ല, അഥവാ നമ്മുടെ നാടും വീടൊക്കെ വിട്ട്, ഞാൻ കണ്ണൂർ ജില്ലയിലാകുമ്പോൾ കോഴിക്കോട് ജില്ലയിലൊരു റഹ്മാനിയ എന്നൊരു മതസ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടായിരുന്നു പഠനങ്ങൾ പിന്നെ പൂർത്തീകരിച്ചത്. അതിനുശേഷം B.Ed കഴിഞ്ഞ് ഉടനെ തന്നെ പെട്ടെന്നൊരു ജോലി കിട്ടിയപ്പോൾ കൊയിലാണ്ടിയിലുള്ള, കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലുള്ളൊരു സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 2 വർഷത്തോളം മാഹി എന്ന് പറയുന്ന നമ്മുടെ പെരിങ്ങാടി ആ ഒരു ഏരിയയിൽ ലെക്ചറായിട്ട്, അറബിക് ലെക്ചറായിട്ട് അവിടെയും 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഒരു അവസരം കിട്ടിയപ്പോൾ ദുബൈയിൽ ടീച്ചിങ്ങായിട്ടാണ് ഞാൻ വന്നത്, സ്റ്റാർട്ടിങ് വന്നത്. പക്ഷേ എത്തിപ്പെട്ടത് ഒരു ട്രാൻസ്ലേറ്ററായിട്ട്, ഒരു ടൈപ്പിസ്റ്റായിട്ടുള്ളൊരു ബിസിനസ് സെറ്റപ്പ് കമ്പനിയിലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ജേണി 2-3-4 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം ഒരു കമ്പനിയുടെ ഇവിടുത്തെ ഒരു ലോക്കലിൻ്റെ വലിയൊരു 10-50ഓളം അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ PRO ആയിട്ട് ഞാനത് ഒരു 50ഓളം കമ്പനികളെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് വിജയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷത്തോളം ആവുന്നു. ശരിക്കും ടീച്ചിങ് എന്നുള്ള ഫീൽഡിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു തീരുമാനത്തിലോട്ട് എത്താനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് സ്വന്തം തീരുമാനമായിരുന്നു അതോ? തീർച്ചയായിട്ടും വളരെ മനോഹരമായൊരു ചോദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എനിക്കൊരു ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായൊരു ടെൻഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡ് ഞാൻ ഒഴിവാക്കി എന്നുള്ളതാണ്. കാരണം ഞാൻ ഏറ്റവും സ്നേഹിച്ച, എനിക്ക് ഏറ്റവും വലിയ അനുഭവങ്ങളും ഒരുപാട്
സ്റ്റുഡൻസുകളെയും നൽകിയ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനൊരു വലിയൊരു ഒരു ലക്ഷ്യമായി കണ്ടിരുന്നത് ടീച്ചിങ് ഫീൽഡായിരുന്നു. അതിനൊഴിവാക്കിയ ഒരു അവസ്ഥയിൽ വരിക എന്നുള്ളത് ഇതെല്ലാ പ്രവാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വലിയ പല ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ വരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ലോകങ്ങളും ഇവിടുത്തെ ആറ്റിറ്റ്യൂഡും ഇവിടുത്തെ സംഗതികളൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനും അത്തരം ഇതിൽ പെട്ടുപോയി എന്ന് പറയാം. ഏതായാലും ഈ ഒരു ടീച്ചിങ് ഫീൽഡ് വിട്ടെങ്കിലും ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയതിൻ്റെ പേരിൽ എനിക്ക് വേറെ ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാജയമോ എനിക്കുണ്ടായിട്ടില്ല. അതിനുശേഷം വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്തപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ ഒരു പേടിയായിരുന്നു. ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ എക്സ്പീരിയൻസും 3 വർഷം കൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ. നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഓൾ കൈൻഡ് ഓഫ് ഗവൺമെൻറ് അപ്രൂവൽസ്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് വ്യക്തമായി അറിവുള്ള ധാരണയുള്ള ആൾക്കാരാണ്. കാരണം നമ്മളൊരു കൺസൾട്ടൻസി ടീം പോലെയാണ്. ഒരാൾ ദുബൈയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാമെന്നൊക്കെ നമ്മോട് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ രീതിയിലുള്ള അതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റേഷനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ കൊടുക്കുക എന്നുള്ളത്, ഇവിടുത്തെ എല്ലാ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ ആ ഒരു അറിവുകളെ സ്വായത്തമാക്കിയെന്ന് എനിക്ക് ബോധ്യമുണ്ടായപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വീണ്ടും ശങ്കിച്ചു. കാരണം ഒന്ന് ഇത് നിന്ന് പോയാൽ എങ്ങനെയായിരിക്കും, പിന്നെ ഒരു ഓഫീസ് സെറ്റപ്പ് എടുക്കും, അതിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മളൊക്കെ ചെറിയ രീതിയിൽ വന്നൊരു ഫാമിലിയാണ്, അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ കുറേ വർഷങ്ങളോളം ഇങ്ങനെ എംപ്ലോയി ആയിട്ട് തന്നെ തുടരാമെന്നുള്ള രീതിയിൽ പോയി. അതുകൊണ്ടാണ് 12 വർഷത്തോളമായി ഇപ്പോൾ ദുബൈയിൽ വന്നിട്ട്, അതിൻ്റെ മേലെയായി. അപ്പോൾ അതിൽ 7 വർഷത്തോളം ആസ് എ എംപ്ലോയി ആയിട്ടാണ് ദുബൈയിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം അന്നേരം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു ഭയപ്പാട്, ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇത് ആദ്യം തുടങ്ങിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ധാരണയിലാണ് പിന്നീട് എത്തിയത്. നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കമ്പനി ഫോർമേഷൻ ആണല്ലേ? അത് കൂടാതെ എന്തൊക്കെ സർവീസസുകളുണ്ട് ഇവിടെ? മെയിനായിട്ടുള്ളത് ബിസിനസ് സെറ്റപ്പാണ്, കമ്പനി ഫോർമേഷൻ. കമ്പനി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു വ്യക്തമായ ഗൈഡ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവർ തരുന്ന ചാർജ്, ഹിഡൻ ചാർജുകളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ മലയാളികൾ തന്നെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇത്രയും ചെറിയ ലെവലിൽ വന്നതുകൊണ്ട് തന്നെ ബിസിനസ്സായിട്ട് വരുന്നവരെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം പ്രയാസപ്പെട്ടാണെന്ന്. അപ്പോൾ ആ നിലയിലേക്ക് അവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ കഴിയാറുണ്ട്. സാറിൻ്റെ ലൈഫിൽ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് ചോദിച്ചാൽ സാർ ആരുടെ പേരായിരിക്കും പറയുന്നത്? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എൻ്റെ ഒരു ഗുരു വര്യരാണ്. എന്നെ ഇതിലേക്ക് വഴി നടത്തിയതും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ പാഠങ്ങൾ എനിക്ക് നൽകിയതും കക്കാട് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഒരു സ്കോളറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആത്മീയമായിട്ടുള്ള ഒരു പാതയിലേക്ക് ജനങ്ങളെ നയിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളും ഇതൊക്കെ നൽകി എല്ലാവരും നമ്മളൊക്കെ വളർത്തിയ ഒരു മഹാപണ്ഡിതനായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹമാണ് എന്നെ എല്ലാത്തിനും സ്വാധീനിച്ചൊരു വ്യക്തി എന്നുള്ളത്. നമ്മുടെ പാൽസ് ബിസിനസ് ഹബ്ബിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട് ടോട്ടൽ ഇവിടെ? പാൾസ് ബിസിനസ് ഹബിന് ഇപ്പോൾ നിലവിൽ പാൾസ് എന്ന പേരിൽ ഇതേ ഉള്ളൂ. പിന്നെ നമ്മുടേതേ തന്നെ സ്ഥാപനമായിട്ട് ഐഡിയൽ ബിസിനസ് ഹബ് എന്നുള്ളൊരു പേരിൽ ബർഷയിലും പ്രൈം സോൺ എന്ന് പറഞ്ഞിട്ട് ഷാർജ സഫാരി മാളിലുമാണ് മറ്റ് സ്ഥാപനമുള്ളത്. പിന്നെ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്നൊരു ജ്വല്ലറി ഉണ്ട്, അതിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് അങ്ങനെയും നിലവിലുണ്ട്. സാറ് എപ്പോഴെങ്കിലും ഇപ്പം ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങണം എന്നുള്ളൊരു താല്പര്യം നിലവിലുണ്ട്. കാരണം നമ്മുടെ ഫീൽഡ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ആയതുകൊണ്ട് നിയമങ്ങളുടെയും മറ്റൊക്കെ രീതികളുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ട് നമ്മളതായ ഒരു ട്രേഡിംഗ് എന്ന ബിസിനസ് എപ്പോഴും ഒരു സ്ഥായി ഭാവമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് യുണീക്ക് ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് പാൾസ് എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും പറയാൻ പറ്റും, ഒന്നാമത് നമ്മൾക്ക് മുമ്പിൽ വരുന്നവരുടെ ഒരു പ്രതീക്ഷ എന്നുള്ളത് വലിയതാണ്.
അവരുടെ പ്രതീക്ഷയും അവരുടെ ആ ഒരു വലിയ ഒരു ആഗ്രഹങ്ങളും നമ്മൾ മുമ്പിൽ വെച്ച് വേണം ആരെയും അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ വരുന്നവർ അത്രയും ലോ ലെവലിലുള്ളതാകുമ്പോൾ ആ നിലയിലുള്ള ഒരു ഇടപെടലാണ് ഞാൻ പലപ്പോഴും നടത്താറുള്ളത്. ഇപ്പോൾ 1500-2000 ദിറംസൊക്കെ നമ്മൾ സർവീസ് വാങ്ങുന്ന ഒരു കമ്പനി ഫോർമേഷന് അത്തരക്കാരെ കണ്ട് 500 ദിറംസോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതോ ചിലപ്പോൾ അതന്നെ വേവോ ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിലേക്ക് ഉയർത്താൻ ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാം, സർവീസിൻ്റെ കാര്യത്തിൽ എല്ലാ നിലക്കും ഓരോ കസ്റ്റമർക്കും സമയോചിതമായ ഇടപെടൽ നടത്തി അവരുടെ സമയത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഗുഡ് സർവീസ് എന്നുള്ളതാണ് എപ്പോഴും നമ്മളെ മറ്റുള്ളതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. സാർ ഒരു യങ് ആയിട്ടുള്ളൊരു ബിസിനസ് മാനാണ്. അപ്പം ഇനി വരാൻ പോകുന്ന യങ് ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആണെങ്കിലും അവർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അത് പറയാനുള്ളത്, ബിസിനസ്സിൽ എപ്പോഴും ഇറങ്ങുമ്പോഴും പിന്നെ ചിന്തിക്കേണ്ടത്, നമുക്ക് വലിയൊരു 2 രീതിയിൽ അത് പറയാൻ പറ്റും. ഒന്ന് എന്ന് പറഞ്ഞാൽ തീരെ സാമ്പത്തികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവനെപ്പോഴും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകളെ പരമാവധി ഒഴിവാക്കുക. അതല്ലാത്ത സർവീസ് സെക്ടറൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനൊന്നുമില്ലല്ലോ, അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറും സംഗതികളൊക്കെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റേ ഉള്ളൂ. അത്തരം ബിസിനസ്സുകളെ നമ്മളെപ്പോഴും ആദ്യം കാണുക, അതിനുശേഷം അതിലേക്ക് ഇറങ്ങി. അതല്ല ട്രേഡിംഗ് പോലത്തെ വലിയ ബിസിനസ്സാണെങ്കിൽ ഓൺലൈനിലൂടെയൊക്കെ സംഗതികളിലൊക്കെ ഇറങ്ങി അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് അവൻ്റെ സാമ്പത്തിക സ്രോതസ്സും എത്തുകയാണെങ്കിൽ മാത്രം വലിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. പിന്നെ യങ്ങേഴ്സിനോട് പറയാനുള്ള മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാ വിഷയത്തിനും സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. ഏത് ബിസിനസ്സായാലും അതിൽ നമ്മൾ സത്യസന്ധത പുലർത്തിയോ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ അതിന് ദൈവത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് മുമ്പിലുണ്ടാവും. അത് ജീവിതത്തിൽ ഈ നിൽക്കുന്ന നിമിഷം വരെ അനുഭവിച്ച ഒരാളാണ്. ഏത് വിഷയത്തിലും നമ്മൾ അത് സ്റ്റാഫുകളോടായാലും നമ്മുടെ ക്ലയൻറ്റുകളോടായാലും മറ്റുള്ളവരോടായാലും ഒക്കെ നമ്മൾ സമീപിക്കുന്ന ഒരു സത്യസന്ധത എപ്പോഴും ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളുണ്ടാവും. അതിനെ തുടർന്നായിരിക്കും നമ്മുടെ ഉയർച്ചകളുണ്ടാവുക. ഒരുപാട് സന്തോഷമുണ്ട് സർ, സാറിൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ. അപ്പം ടീച്ചിങ് എന്നുള്ള ഫീൽഡിൽ നിന്ന് ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും കുറേ വർഷങ്ങൾ ഇനിയും നന്നായിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ട്രേഡിങ് ആ ഒരു രംഗത്തും നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം സാർ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ അതിഥിയായിട്ടുണ്ടായിരുന്നത് പാൽസ് ബിസിനസ് ഹബിൻ്റെ CEO ആയിട്ടുള്ള അബ്ദുള്ള കമൽ സാറാണ്. നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ സത്യസന്ധമായിട്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു പാൽസ് ബിസിനസ് ഹബിൽ എല്ലാ തരത്തിലുള്ള സർവീസസുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ക്ലയൻസിനാണെങ്കിലും വളരെ വിശ്വസിച്ച് നമുക്കൊരു കാര്യം ഏൽപ്പിക്കാനായിട്ട് പറ്റും. ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.